നമസ്കാരം. ഇത് ഇറാൻ്റെ ഇംഗ്ലീഷ് പത്രം ടെഹ്റാൻ ടൈംസ് ആണ്. ടെഹ്റാൻ ടൈംസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ 1-ാം പേജ് വെൽക്കം ടു ഹെൽ, നരകത്തിലേക്ക് സ്വാഗതം എന്ന വലിയ തലക്കെട്ടിലിറങ്ങിയ പത്രം. US ഇറാനിൽ കരയുദ്ധത്തിന് ഇറങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഇറങ്ങിയ ടെഹ്റാൻ ടൈംസിൻ്റെ ഈ പേജ് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കരയുദ്ധത്തിലേക്ക് US കടക്കുമോ എന്ന ആശങ്ക ഉയരുന്നതിനിടെ ഇറാൻ ഈ യുദ്ധത്തിൽ കാത്തിരുന്ന തീരുമാനമായി ആ നീക്കത്തെ കാണുകയാണ്. ഒരു ഭാഗത്ത് സമാധാന പദ്ധതി, മറുഭാഗത്ത് കരയുദ്ധത്തെക്കുറിച്ചുള്ള ആലോചന. ഇതാണ് US-ൻ്റെ ഡബിൾ ഗെയിം. എന്താണ് ഇറാൻ യുദ്ധത്തിലെ ഒടുവിലത്തെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. കരയുദ്ധത്തിന് ഇറങ്ങാൻ തുടക്കം മുതലേ US-ന് മേൽ ഇസ്രായേൽ സമ്മർദ്ദം ഉണ്ടെങ്കിലും ഇറാന്റെ കരസേനയുടെ കരുത്തിന് മേൽ അന്തിമ വിജയം അസാധ്യം എന്ന ആശങ്കയാണ് US-നെ പിൻവലിയിച്ചത്. എന്നാൽ നാവിക വ്യോമ ആക്രമണങ്ങളിലൂടെ ഇറാനെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയും അസ്ഥാനത്തായ സാഹചര്യമാണ്. ഇതോടെ യുദ്ധത്തിൽ അനിശ്ചിതത്വം രൂപപ്പെട്ടു. ഇനിയും നിലവിലെ പ്ലാനുമായി മുന്നോട്ടു പോയാൽ US-ന്റെ നില അവതാളത്തിലാകും. ഒന്നുകിൽ യുദ്ധം നിർത്തുക, അല്ലെങ്കിൽ കരയുദ്ധം കൂടി പരീക്ഷിക്കുക. ഈ രണ്ട് വഴികളാണ് ഇപ്പോൾ ട്രംപിന് മുന്നിലുള്ളത്. യുദ്ധം US-ലുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അടക്കം ഉള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ ഒരു ഭാഗത്ത് കടുത്ത സമ്മർദ്ദമായി ട്രംപിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാനാണ് കരയുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് 10,000 സൈനികരെ കൂടി അയക്കാൻ അമേരിക്ക നടപടി സ്വീകരിക്കുന്നതായാണ് ഒടുവിലത്തെ വാർത്തകൾ. ഇറാനിൽ ഒരു കരസേനാ നീക്കത്തിന് US തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളായാണ് ഇത് നിരീക്ഷിക്കപ്പെടുന്നത്. സമാധാന ചർച്ചകൾ നടക്കുന്നു എന്ന വാദം ഒരു ഭാഗത്ത് ഉയർത്തുമ്പോഴും ട്രംപിൻ്റെ ചതി പ്രതീക്ഷിച്ച ഇറാന് അതുകൊണ്ട് തന്നെ അത് ഷോക്കായി മാറിയിട്ടില്ല. ട്രംപിൻ്റെ ഇറാൻ യുദ്ധ നീക്കത്തിന് സൈനിക പിൻബലം നൽകാനാണ് അർദ്ധസൈനിക വിന്യാസം എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാനിൽ ആഴ്ചകൾ നീളുന്ന കരയുദ്ധത്തിന് US നീക്കം നടന്നതായി അമേരിക്കൻ മാധ്യമം ദി വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാവിക വ്യോമസേനകളോട് ചേർന്ന് നിന്ന് കരസേനയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണമാണത്രേ ആസൂത്രണം ചെയ്യുന്നത്. കരസേനയെ ഉപയോഗിച്ചുള്ള സമ്പൂർണ്ണ കരയുദ്ധമല്ല ഉദ്ദേശിക്കുന്നത് എന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ സൈനിക നീക്കമായിരിക്കില്ല എന്നും ഓരോ സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ച് പ്രത്യേക ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പദ്ധതികളാണ് US സൈന്യം ഉദ്ദേശിക്കുന്നത് എന്നും സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ 2 ലക്ഷ്യങ്ങളാണത്രേ സൈന്യത്തിന്റെ മുന്നിൽ. 1 ഹോർമൂസ് കടലിടുക്ക്, 2 ഖാർഗ് ദ്വീപ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലുമായി ചേർന്ന് US സംയുക്തമായി പരമാവധി സൈനിക ശേഷി ഉപയോഗിച്ച് ഇറാനെതിരെ ആക്രമണം നടത്തി. എന്നാൽ ലോകത്തെ യുദ്ധതന്ത്രങ്ങളുടെയും അത്യാധുനിക ആയുധങ്ങളുടെയും പിൻബലമുണ്ടായിട്ടും ഇറാനെ തകർക്കാൻ കഴിഞ്ഞില്ല. പരമാധികാരിയെയും സൈനിക നേതൃത്വത്തെയും ഒക്കെ വധിച്ചിട്ടും ഇറാൻ ഉരുക്ക കോട്ട പോലെ നിന്ന് പൊരുതി. ഈ സാഹചര്യമാണ് US-നെ ഇരുത്തി ചിന്തിപ്പിച്ചത്. മാത്രമല്ല, ഇറാൻ തിരിച്ചടിക്കാൻ കൂടി തുടങ്ങിയതോടെ ഈ കളി തോൽവിയിലേക്ക് നയിക്കപ്പെടും എന്ന് തോന്നിത്തുടങ്ങി. അതോടെ ഇനി എന്ത് എന്നത് US-നെയും ആശങ്കപ്പെടുത്തി. അനിശ്ചിതത്വം, എങ്ങും അനിശ്ചിതത്വം. തൽക്കാലം ഇറാനെ തകർത്തു എന്ന പൊതു ആഖ്യാനം ലോകത്തിന് മുന്നിൽ വെച്ച് സമാധാന ചർച്ചകൾക്ക് തുടക്കമിടുക എന്നതായിരുന്നു ട്രംപിന്റെ പദ്ധതി. എന്നാൽ തങ്ങൾ ദുർബലപ്പെട്ടില്ല എന്ന നല്ല ബോധ്യമുള്ള ഇറാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. സമാധാനത്തിനായി അവരുടെ 5 നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ ട്രംപിന്റെ 15 നിർദ്ദേശങ്ങൾ കോമാളിക്കളിയായി മാറി. സമാധാന ചർച്ചകൾക്ക് സമാന്തരമായി ഇറാൻ പ്രതീക്ഷിച്ചതുപോലെ ചതിയുടെ പദ്ധതിയും അമേരിക്കയും ഇസ്രായേലും കയ്യിൽ കരുതിയിരുന്നു. ആക്രമണം, നിരന്തരാക്രമണം. അതിൽ പ്രധാനം ഇറാന്റെ കരുത്ത് കണ്ടെത്തി ഇല്ലാതാക്കുക എന്നതായിരുന്നു. ലോകശക്തികളായ 2 പേർക്ക് തൊടാൻ കഴിയാത്ത ഇറാന്റെ തന്ത്രപ്രധാനമായ 2 കരുത്ത് ഖാർഗ് ദ്വീപും ഹോർമൂസ് കടലിടുക്കുമാണ്. ഇത് രണ്ടും ഇറാന്റെ കരുത്തിന്റെ രഹസ്യങ്ങളാണ്. അതിന്മേൽ ആക്രമണം, അവ രണ്ടിലും ആധിപത്യം, ഇവ നേടിയാൽ ഇറാനെ കീഴടക്കാം എന്നതാണ് US-ന്റെ ഒരു പദ്ധതി. ആദ്യഘട്ടത്തിൽ നടത്തിയ ശ്രമങ്ങൾ പാളിപ്പോയി. ഹോർമൂസ് മുൻനിർത്തി ഇറാൻ നടത്തിയ നീക്കം ലോകത്തെ ഓരോ ഇടത്തെയും അടുക്കളകൾ വരെ എത്തി. എവിടെയോ നടക്കുന്ന യുദ്ധം ഞങ്ങളെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സാധാരണ മനുഷ്യർ വരെ US-നെയും ട്രംപിനെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് നാവിക വ്യോമസേനകൾ വഴി മാത്രം ഇത് സാധ്യമാകില്ല എന്നും 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി വേണം എന്നുമുള്ള ആലോചനയിലെത്തിയത്. അങ്ങനെ 2 ലക്ഷ്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു: ഖാർഗ് ദ്വീപും ഹോർമൂസും. ഖാർഗ് ദ്വീപ് ഇറാന്റെ സമ്പത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ്. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഇറാന്റെ ദ്വീപ്, ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രം. 90% വരെ എണ്ണ വിനിമയം ഇവിടെ കേന്ദ്രീകരിച്ചാണ്. ചൈന അടക്കമുള്ള വിപണികളിലേക്ക് പ്രധാന കയറ്റുമതി. മാത്രമല്ല, ആഴക്കടൽ തുറമുഖം, വിമാനത്താവളം, റഡാർ സ്റ്റേഷൻ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ പ്രധാന കേന്ദ്രം. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ US ബോംബിട്ട്
തകർക്കാൻ നോക്കി, പക്ഷെ കേടുപാടുകൾ ഉണ്ടാക്കി എന്നല്ലാതെ തകർക്കാനായില്ല. ലോകത്തിലെ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് US യുദ്ധങ്ങൾ നടത്തുന്നതും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വളർത്താനാണെന്നാണല്ലോ വിലയിരുത്തൽ. വെനസ്വേല കഴിഞ്ഞ് ഇറാനിലേക്ക് പീരങ്കി തിരിച്ചതും ഈ എണ്ണയിൽ കണ്ടുവച്ചാണ്. ഇത് കീഴടക്കാനായില്ല, ലക്ഷ്യം നേടാനായില്ല എന്ന് മാത്രമല്ല, ഇറാൻ അമേരിക്കക്കെതിരെ 100 മടങ്ങ് കരുത്തിൽ തിരിച്ചടിക്കാനും തുടങ്ങി. അതിന് അനുസരിച്ച് അവരുടെ തന്ത്രങ്ങൾ അവർ മാറ്റി പണിതു. അതുകൊണ്ട് പ്രധാന ലക്ഷ്യം ഖാർഗ് ദ്വീപാക്കിയിരിക്കുന്നു US. രണ്ടാമത്തെ ലക്ഷ്യം ഹോർമസ് പിടിക്കാൻ USഉം ഇസ്രായേലും ഈ 1 മാസത്തിനകം പയറ്റാത്ത തന്ത്രങ്ങളില്ല. ഒടുക്കം ഹോർമസിലൂടെ കടന്നുപോകുന്ന കപ്പലൊന്നിന് 18 കോടിയോളം രൂപ ഫീസ് അടപ്പിക്കാൻ ഇറാൻ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് മിച്ചം. മാത്രമല്ല, ലോകമാകെ ഏകപക്ഷീയമായി USഉം ഇസ്രായേലും പ്രചരിപ്പിച്ചതിനപ്പുറം ഇറാന്റെ ഭാഗം എന്താണ് എന്ന് തിരിച്ചറിയാനും ഹോർമസ് കാരണമായി. ഇസ്രായേലിൻ്റെയും USൻ്റെയും ഇറാനെ ആക്രമിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങളുടെയും കപ്പലുകൾ മാത്രമാണ് തടയുക എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള പ്രത്യേകിച്ച് ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ അടക്കം കപ്പലുകൾക്ക് അനുവാദം നൽകുകയും ചെയ്തു. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലടക്കം USൻ്റെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന വസ്തുതയായി നിലകൊണ്ടു. നാറ്റോ രാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിടാനും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഹോർമുസ് രക്ഷിക്കാൻ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ട് യുദ്ധത്തിൽ അണിനിരത്താനും ശ്രമിച്ചത് പരാജയപ്പെടാനിടയാക്കിയത് ഇറാന്റെ ഹോർമുസ് നയം മൂലമാണ്. US അവിടെ പരാജയപ്പെട്ടു ആ നയതന്ത്രത്തിൽ. ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ഹോർമുസ് പിടിച്ചെടുക്കണം എന്നൊക്കെ ട്രംപ് ബടായി വിടുകയും ചെയ്തു. ഒടുക്കം 2 പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ US പ്രഖ്യാപിച്ച് അവിടേക്ക് കരസേനയെ കൂടി അണിനിരത്തി യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇറാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും അതിന് വിഘാതമായ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്താലേ രക്ഷയുള്ളൂ എന്നും US തന്നെ തിരിച്ചറിയുന്നു. പെൻറ്റഗണിൻ്റെ കരസേനയെ അണിനിരത്തിയുള്ള യുദ്ധ പദ്ധതിക്ക് ട്രംപിൻ്റെ അന്തിമ അനുവാദം ലഭിക്കേണ്ടത് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കരയുദ്ധത്തിനിറങ്ങിയാൽ കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്ന നേരത്തെയുള്ള ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഹൂതികൾ ഉപയോഗിച്ച് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നാണ് ഒരു മുന്നറിയിപ്പ്. 2023 ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ കപ്പലുകൾ ആക്രമിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇത്രനാൾ നിശബ്ദമായിരുന്ന ഹൂതികൾ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് യമനിലെ ഹൂതികൾ ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. കടൽ കേന്ദ്രീകരിച്ച് ആക്രമണം അഴിച്ചുവിടുന്ന ഹൂതികൾ ഇറങ്ങിയതോടെ സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്ക വർദ്ധിച്ചു. ഇറാന് നേരെയും അവരുടെ സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ അവസാനിക്കും വരെ ഇസ്രായേലിന് നേരെ ആക്രമണം തുടരും എന്നാണ് ഹൂതികളുടെ ഒടുവിലത്തെ നിലപാട് പ്രഖ്യാപനം. ഇറാനെ പിന്തുണക്കുന്ന ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ളയും നേരത്തെ യുദ്ധത്തിൽ കക്ഷി ചേർന്നിരുന്നു. US കരയുദ്ധം ആരംഭിക്കുന്നതോടെ സൂയസ് കനാലിൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന് ഉറപ്പാണ്. യമൻ തീരത്തെ ബാബ് അൽ മാൻഡബ് കടലിടുക്കിലൂടെ പോകുന്ന ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെയാകും ഹൂതികൾ ലക്ഷ്യമിടുക. ഹോർമുസിലെ പ്രതിസന്ധി ആഗോളതലത്തിൽ എണ്ണവില 50% വരെ വർദ്ധിപ്പിക്കുന്നതിനിടയാക്കിയ ഒരു വസ്തുത അവിടെയുണ്ട്. ഇനി US കരയുദ്ധം തുടങ്ങിയാൽ സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധി മൂലം ആഗോള സാമ്പത്തിക സാഹചര്യം വീണ്ടും മോശമാകും. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ചരക്കിടനാഴിയാണ് സൂയസ് കനാൽ. ആഗോള ചരക്ക് നീക്കത്തിൻ്റെ 12% ഇതുവഴിയാണത്രേ നടക്കുന്നത്. കരയുദ്ധത്തിൻ്റെ ആലോചനകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടെ അമേരിക്കയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് എത്തുന്നു എന്ന വാർത്ത ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പലാണ് മേഖലയിലേക്ക് എത്തുന്നത്. ഏകദേശം 80 യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പൽ. ഇതുകൂടാതെ USS ഡൊണാൾഡ് കുക്ക്, USS മേസൺ എന്നിവയും യാത്ര തിരിച്ചതായാണ് വാർത്തകൾ. ഇതിനോടൊപ്പം സമാന്തരമായി നയതന്ത്ര ചർച്ചകൾ, അതായത് സമാധാന ചർച്ചകൾക്കും അമേരിക്ക ശ്രമം നടത്തുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ ഈ ആഴ്ച തന്നെ നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. ട്രംപ് മുന്നോട്ട് വെച്ച 15 നിബന്ധനകളിൽ ഇറാൻ ഔദ്യോഗിക നിലപാടിനായി അവർ എന്താണ് എടുക്കുന്നത് എന്നറിയാനായി അമേരിക്ക കാത്തിരിക്കുകയാണ് എന്നും വിറ്റ്കോഫ് പറഞ്ഞു. എന്നാൽ കരയുദ്ധത്തിനായുള്ള ഒരുക്കം കൂടി ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ US-ൻ്റെ സമാധാന ചർച്ച ചതിയാണ് എന്ന് ഇറാൻ കരുതുന്നു. അതുകൊണ്ട് സമാന്തരമായി കരയുദ്ധത്തിനുള്ള ഒരുക്കം അവരും ബലപ്പെടുത്തുകയാണ്. കരയുദ്ധം ആരംഭിച്ചാൽ US ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തിരിച്ചടി ഇറാനിൽ നിന്ന് നേരിടേണ്ടി വരുമെന്ന് യുദ്ധ നിരീക്ഷകർ നേരത്തെ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കരസേനയുടെ സഹായത്തോടെ നിലവിലെ ആക്രമണം തുടരുകയോ അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് ഇറാനെ നയിക്കുന്നതിനുള്ള സമ്മർദ്ദം രൂപപ്പെടുത്തുകയോ മാത്രമാകാം നിലവിൽ US-ൻ്റെ നീക്കം പദ്ധതി എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും US-ന് അനിശ്ചിതമായ ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി ഇനി ഇല്ല. അതുകൊണ്ട് ഇനിയുള്ള നീക്കം സമാധാനത്തിലേക്ക് എത്തുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.